പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, അങ്ങയുടെ കരുണ അനേകരിലേക്ക് എത്തിക്കുവാൻ അങ്ങ് എപ്പോഴും ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ അങ്ങയുടെ കരുണയുടെ കൈവഴികളായിട്ട് ഈ ദിവസങ്ങളിൽ അങ്ങ് തിരഞ്ഞെടുത്തതിനെയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിലൂടെ, കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നതിലൂടെ അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിൽ നിന്ന് ആ വലിയ കരുണ അനേക മക്കളിലേക്ക്, ശുദ്ധികരണ ആത്മാക്കളിലേക്ക് ഒഴുക്കുവാൻ യേശുവേ അങ്ങ് ഞങ്ങളെ ഉപകരണങ്ങളാക്കിയതിനെയോർത്ത് ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ മനസ്സാണ് അങ്ങയുടെ കരുണ എല്ലാവരും അറിയണം. അങ്ങ് ഞങ്ങളോട് പറയുന്നല്ലോ, അങ്ങയുടെ കരുണയെ ഞങ്ങൾ പ്രഘോഷിക്കണം, അങ്ങയുടെ കാരുണ്യം അനേകർ അനുഭവിച്ചറിയണം. കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്ത് അനേകം ആത്മാക്കള് അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കളിലേക്ക് അങ്ങയുടെ കരുണ ഒഴുകിയെത്താൻ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും ഞങ്ങൾ പ്രത്യേകം സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയാൽ ഞങ്ങൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഉന്നതമായ അഭിഷേകത്തിൽ കർത്താവിന്റെ കരുണയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിനായി, ശക്തീകരണത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, 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 വിശുദ്ധിതന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ. ഓ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളിടണമേ. എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾ തൻ കൂട്ടായ്മയിലേക്ക് എഴുന്നള്ളിടണമേ. പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, ദൈവ കരുണയാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, എല്ലാ ശുദ്ധീകരണ ആത്മാക്കളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിനായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ആരാധന ദൈവമേ, ഞങ്ങളിൽ നിറയണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ, ജീവൻ നൽകണമേ, സമാധാനം നൽകണമേ, ശക്തി, ധൈര്യം എല്ലാം അനുഗ്രഹിക്കണമേ. നമ്മൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കൃപകളെ ഓർത്ത്, അഭിഷേകത്തെ ഓർത്ത് പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറഞ്ഞ് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു. അമ്മയുടെ വലിയ ഇഷ്ടമാണല്ലോ അമ്മയുടെ മക്കളായ ഞങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക എന്നുള്ളത്. അമ്മ ഞങ്ങളുടെ കൂടെ സന്തോഷത്തോടെ വസിക്കുന്നത് ഞങ്ങൾ കാണുന്നു. യോസേപ്പിതാവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യത്തിൽ സ്വർഗത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക്
വലിയ അഭിഷേകവും സംരക്ഷണവും നൽകുവാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ കഴിയുന്ന ഒത്തിരി ആത്മാക്കളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, കർത്താവിൻ്റെ വലിയ ഒരു ആഗ്രഹമാണ് അവിടുത്തെ കരുണ എല്ലാവരിലേക്കും എത്തിക്കണം. ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ആ ഒരു പ്രവൃത്തി കർത്താവ് ഈ ശുശ്രൂഷയിലൂടെ പൂർത്തീകരിക്കണം. നമ്മളാകുന്ന ഉപകരണങ്ങളിലൂടെ, നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ബലിയർപ്പണങ്ങളിലൂടെ, നമ്മുടെ ഈ ആരാധനയിലൂടെ, ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിലൂടെ കർത്താവ് നമ്മിലൂടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? തൻ്റെ കരുണ അനേകം ആത്മാക്കളിലേക്ക് ഒഴുക്കുകയാണ്. അതിന് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭയങ്കര അത്ഭുതമാണ് മക്കളെ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഓരോ മേഖലയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പ്രത്യേകിച്ചും ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ വേദനിക്കുന്ന ആത്മാക്കളുണ്ട്. നമുക്കറിയാലോ, ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ബലിയർപ്പണങ്ങൾ, നമ്മുടെ ത്യാഗങ്ങൾ അവർക്ക് സഹായിക്കും. അവരെ തന്നെ സഹായിക്കാൻ പറ്റത്തില്ല. നമ്മുടെ സഹായം വേണം അവർക്ക്. എന്നാൽ പല കുടുംബങ്ങളിലും പല മേഖലകളിലും ഇങ്ങനെ ആയിരിക്കുന്ന ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരവസ്ഥയുണ്ട്. അത് നമ്മൾ ഇന്ന് പ്രത്യേകം കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചാൽ ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, നമ്മുടെ ത്യാഗപ്രവൃത്തിയിലൂടെ നമ്മൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു ശുദ്ധീകരണ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെട്ടാൽ ആത്മാവ് വിശുദ്ധയാ. ആ ആത്മാവ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും. നമ്മൾ സ്വർഗത്തിലെത്തണ വരെ ഈ ശുദ്ധീകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗപ്രാപ്തിയിൽ എത്തിച്ചേർന്ന ആത്മാവ് കർത്താവിന് തലയ്ക്ക് തൊഴിലെന്ന് പറയില്ലേ, അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോകാനും ഈ ലോകത്തിലും മര്യാദയ്ക്ക് ജീവിക്കാനും സഹായിക്കുന്ന വലിയ പ്രാർത്ഥനയാണ് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. പ്രത്യേകിച്ചും നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ ബലിയുടെ യോഗ്യത അവകാശപ്പെട്ട് യേശുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാല്, പീഡാസഹനത്തിൻ്റെ യോഗ്യതയാല് ഈശോയെ ശുദ്ധീകരണ സ്ഥലത്ത് ഇപ്പോൾ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും മനസ്സിൽ കണ്ട് അങ്ങ് പ്രാർത്ഥിക്കുക. ഇനി വേണമെങ്കിൽ കുറച്ച് ആത്മാക്കളെ പ്രത്യേകം എന്ന പോലെ ഒരു 5 ആത്മാക്കളെ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളെ ഞാൻ ഇതാ ദത്തെടുക്കുന്നു, അല്ലെങ്കിൽ ഏറ്റെടുത്ത് കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഇപ്പം തന്നെ ജീവിതത്തിൽ മാറ്റം അനുഭവിക്കാൻ പറ്റും. പല മേഖലകളിലും കർത്താവിൻ്റെ ഇടപെടൽ, കർത്താവിൻ്റെ ശക്തി, അതോടൊപ്പം തന്നെ ഈ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസ്ഥം വഹിച്ച് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതാ, ഇങ്ങനെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ബലിയർപ്പണത്തിലൂടെ അനേകം ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്ക് വരുന്നത് നോക്കി അവരിയ്ക്കും. മാത്രമല്ല, നമ്മൾ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി അവർ 2 വശത്തും ഇങ്ങനെ നമുക്ക് വേണ്ടി എന്താ പറയുക, സ്വീകരിക്കുന്നവരായിട്ട് സ്വർഗ കവാടത്തിൽ കാത്തു നിൽക്കുന്നു. അത് ഈ ആത്മീയ മേഖല ശരിക്കും ഒന്ന് മനസ്സിലാക്കിയ മക്കളെ. അതുകൊണ്ട് ഇന്ന് മാത്രമല്ല കേട്ടോ, ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ
ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗം വെച്ച് ഒരു ദൗത്യം അങ്ങോട്ട് ഏറ്റെടുക്ക്. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കും. അതിനുവേണ്ടി ബലിയർപ്പിക്കുക, അതിനുവേണ്ടി വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, സെമിത്തേരി സന്ദർശിക്കുക, ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ ത്യാഗപ്രവർത്തികൾ, പ്രാശ്ചിത്തങ്ങൾ, നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ കർത്താവിന് കുരിശോട് ചേർത്ത് വെച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്കറിയാം, ചില കുടുംബങ്ങളൊക്കെ പ്രകൃതിക്ഷോഭത്തിൽ അല്ലെങ്കിൽ ചില അപകടങ്ങളിൽ എല്ലാവരും എന്ന പോലെ മരിച്ചു പോയ മനുഷ്യരുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരില്ല. പാരമ്പര്യം തന്നെ അന്യം നിന്ന് പോയ അനേകം കുടുംബങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കാനില്ലാത്ത അഭിഷിക്തരുടെ ആത്മാക്കൾ, പ്രാർത്ഥിക്കാനില്ലാത്ത സമർപ്പിതരുടെ ആത്മാക്കൾ, പ്രാർത്ഥിക്കാനില്ലാത്ത കുടുംബം, അതായത് കുടുംബക്കാരുണ്ട്, വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, മക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്, എന്നാൽ ആരും പ്രാർത്ഥിക്കില്ല. അങ്ങനെയൊക്കെ പല മേഖലകളിൽ പല വിധത്തിൽ പ്രിയപ്പെട്ടവരെ ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ഒത്തിരിയേറെ ആത്മാക്കളെക്കുറിച്ചും ഈ ആത്മാക്കളുടെ നിലവിളികളെക്കുറിച്ചും അനേകം വിശുദ്ധാത്മാക്കൾക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പല വിശുദ്ധരുടെ അരികിലേക്ക് ശുദ്ധീകരണ ആത്മാക്കൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് യാചിക്കുന്ന, നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം ആത്മാക്കളെക്കുറിച്ചും ശുദ്ധീകരണ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട അനേകം മിസ്റ്റിക്കുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട അനേക പുസ്തകങ്ങളിൽ, വെളിപ്പെടുത്തലുകളിൽ വിശുദ്ധ ഫൗസ്തീനാമയ്ക്ക്, വിശുദ്ധ ജർത്രൂദിന്, മരിയാസിമ്മ, അങ്ങനെ ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കൾക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകം ആത്മാക്കളെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു മേഖലയെ നമ്മൾ ശരിക്കും ഒന്ന് കാണണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ആത്മീയമായ നമ്മൾ എല്ലാവരും ഈ ഭൗതികത കണ്ടു, ഈ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ കണ്ട് അത് കണ്ട് കേട്ട് ആസ്വദിച്ച് പോകുന്നവരാ. നമ്മൾ കാണാത്ത എന്തുമാത്രം വിശാലമായ ആത്മീയ ലോകമാണെന്നോ പ്രിയപ്പെട്ട മക്കളെ ഉള്ളത്. അതുകൊണ്ട് അതെല്ലാം അറിഞ്ഞ് ഈ ഒരു മേഖല പ്രത്യേകം മനസ്സിലാക്കി ഈ ആത്മാക്കൾക്ക് വേണ്ടി വലിയ ദാഹത്തോടെ, വലിയ സ്നേഹത്തോടെ, വലിയ എളിമയോടെ, മാത്രമല്ല അവരുടെ വേദന, ഈ ശുദ്ധീകരണ സ്ഥലത്തെ വേദന ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം കേട്ടോ. ചൂളയിൽ എന്ന പോലെ ഒരിക്കൽ ശുദ്ധി ചെയ്യപ്പെടുന്ന മക്കള്, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിഹാര പ്രവൃത്തികളും അതിനെ ശമിപ്പിക്കുകയും ശുദ്ധീകരണ പ്രക്രിയ പെട്ടെന്ന് പൂർത്തിയാക്കുകയും ചെയ്യപ്പെടുന്ന വലിയ ഭാഗ്യമുണ്ട്. അത് ലഭിക്കാതെ കിടക്കുന്ന മക്കളുടെ അവസ്ഥ ഓർത്ത് നോക്കി. ആരും പ്രാർത്ഥിക്കാനില്ല, ആരും അവരെ ഗവനിക്കുന്നില്ല, ആരും അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നില്ല, ആരും അവർക്ക് വേണ്ടി ഒപ്പേസ് ചെല്ലുന്നില്ല. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ അതോടൊപ്പം തന്നെ ഈ പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന വലിയ സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കണം. നമുക്കറിയാം, പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ട്. പരിശുദ്ധ അമ്മയെ ശുദ്ധീകരണ ആത്മാക്കൾ വിളിക്കുന്ന പേരാണ് സമുദ്ര താരമേ. ഭയങ്കര ആശ്വാസ അമ്മയുടെ സാന്നിധ്യം. സമുദ്രത്തിന്റെ കുളിരെന്ന പോലെ ആത്മാക്കളെ തണുപ്പിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന സാന്നിധ്യമായിട്ട് പരിശുദ്ധ അമ്മ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നമുക്ക് പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും സമുദ്രതാരമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിൽ സമർപ്പിച്ച് പരമേൽപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ബലിയിൽ സമർപ്പിച്ച് നിരന്തരമായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, ഈ തിരിച്ചറിവ് കിട്ടിയ അനേക മക്കള് എന്നോട് പറഞ്ഞു, അച്ഛാ, ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടി ഇത്ര കുർബാന 5 or 10 കുർബാന അർപ്പിച്ച് അച്ഛൻ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കാമോ? ഇത് അറിയുന്ന ഒത്തിരി മക്കളുണ്ട്. ആ മക്കൾ പറയാറുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കുടുംബത്തിൽ മാറ്റം, സമാധാനം, ഭയങ്കര സ്വസ്ഥത. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാണ്ടല്ലോ നമ്മുടെ ഈ ലോക ജീവിതത്തിൽ, നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ, നമ്മുടെ ആത്മീയമായ കാര്യങ്ങളിൽ ഒത്തിരി ദൈവാനുഗ്രഹം കർത്താവ് ചൊരിയും. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ആരാധനയിലും ഇന്നത്തെ കരുണയുടെ ജപമാലയിലും പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട മക്കളെ
കർത്താവിൻ്റെ തിരുഹിതമാണ്, തിരുമനസ്സാണ് നമ്മിലൂടെ കർത്താവിൻ്റെ കരുണ ഈ ആത്മാക്കളിലേക്ക് ചൊരിഞ്ഞൊഴുകണമെന്ന്, നിറയണമെന്ന്. അപ്പം നമ്മൾ ഇന്ന് ഈ ആത്മാക്കളെയൊക്കെ മനസ്സിൽ കാണുക, അവർക്ക് വേണ്ടി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് മാത്രമല്ല, ഈ ഒരു ദൗത്യം നമുക്ക് അങ്ങോട്ട് ഏറ്റെടുക്കാം. ഇനിയുള്ള നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നിയോഗം നമ്മൾ കുർബാന അർപ്പിക്കുമ്പോൾ, നമ്മുടെ വീട്ടിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ, ഈ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത ആത്മാക്കളെ മനസ്സിൽ കാണുക, അവരെ ഹൃദയത്തിൽ പേറുക, അവരുടെ സഹനങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ വിശുദ്ധീകരിക്കുന്ന, അവരിലേക്ക് കർത്താവിൻ്റെ കരുണ നിറഞ്ഞൊടുക്കുന്ന വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാനുള്ള തീരുമാനമെടുക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ബലിയർപ്പണത്തിലൂടെ, നമ്മുടെ പ്രാശ്ചിത്ത പരിഹാര പ്രവൃത്തികളിലൂടെ അനേകം ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഒന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ, ദൈവം നമ്മെ ഇതിനൊക്കെ ഉപയോഗിക്കാണ്. ഞാൻ ഓർക്കുക, ഈ ദിവസങ്ങളിൽ ഈ ശുശ്രൂഷകളിലൂടെയൊക്കെ ശരിക്കും നമ്മൾ കടന്നു പോകുമ്പോണ്ടല്ലോ, എന്താ ദൈവം നമ്മളിലൂടെ ചെയ്യണേ? അനേകം ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുക, നമ്മെ അതിന് കർത്താവ് ഉപകരണങ്ങളാക്കി മാറ്റുക. അതൊന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം കേട്ടോ, ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാനും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ഇടയാകട്ടെ. ഇതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതങ്ങളെ എപ്പോഴും കർത്താവിൻ്റെ കുരിശോട് ചേർത്ത് വെച്ച് കൂടുതൽ കൂടുതൽ എളിമപ്പെടുത്താനും സ്വർഗത്തെ കണ്ട് ജീവിക്കാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ദാനങ്ങളെ ഓർത്ത് നന്ദി പറയാനും, ദൈവം തന്ന വിളിയുടെ മഹത്വം മനസ്സിലാക്കാനും, അതിനോട് പ്രത്യുത്തരിക്കുവാനും, അങ്ങനെ ദൈവഹിതം നമ്മിലൂടെ പൂർത്തിയാക്കാനും വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഓർക്കണേ, ശുദ്ധീകരണാത്മാക്കളെ മറക്കരുതേ. അവരുടെ ഒരു നിലവിളിയാണ്, ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കും. അതാണ് മരിയ സിമേയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകം. ആ ഒരു നിലവിളി നമ്മുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങട്ടെ. ആരുടെ നിലവിളിയാ? ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കളുടെ നിലവിളി. എന്താണ്? ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ. അപ്പൊ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവരെ നിലവിളി എന്തായിരിക്കും മക്കളെ? അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള ഒരു ദൗത്യം ഇന്നത്തെ ശുശ്രൂഷയിൽ നമുക്ക് ഏറ്റെടുക്കാം. ഇന്ന് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ജീവിതത്തിലും ബലിയർപ്പണങ്ങളിലും ഈ ആത്മാക്കളുടെ നിലവിളി കേട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ എന്നുള്ള നിലവിളിക്ക് പ്രത്യുത്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുവാൻ നമുക്കിടയാകട്ടെ. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ, വലിയ സ്നേഹത്തോടെ ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം. കരുണയുടെ ജപമാലയിൽ ശുദ്ധീകരണാത്മാക്കളെ പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമുദ്ര താരമായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മിലൂടെ അനേക ശുദ്ധീകരണാത്മാക്കളെയും, പ്രത്യേകിച്ച് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അനേകം ആത്മാക്കളെ കർത്താവ് ഇന്ന് അനുഗ്രഹിക്കട്ടെ, സ്വർഗപ്രാപ്തിയിലേക്ക് എത്തിക്കട്ടെ. അവർ അവിടെ ചെന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മെ സ്വർഗത്തിൽ എത്തിപ്പിക്കുന്ന ആ വലിയ അഭിഷേകത്തിൽ നമ്മെ അവർ സഹായിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് ഈ ആരാധനയിലേക്ക് പ്രവേശിക്കാം.
എല്ലാ മക്കളും ചേർന്ന് യേശുവേ അങ്ങേക്ക് ആരാധന സ്വർഗത്തോട് സ്വർഗീയരോട് ചേർന്ന് ആരാധന അങ്ങേക്ക് ആരാധന ഓ കർത്താവേ യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന ആരാധന അങ്ങേക്ക് ആരാധന യേശുവേ അങ്ങേക്ക് ആരാധന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. നിത്യപിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതിരാത്ത തിരിച്ചുവരെക്കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയുണ്ടാകണമേ. ദിവ്യകാരുണ്യനാഥ, ഈ ശുശ്രൂഷയിലായിരിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ തൊട്ടനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ഇടവകകളെ അനുഗ്രഹിക്കുന്ന, ഈ ലോകം മുഴുവനെയും അനുഗ്രഹിക്കുന്ന വലിയ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കി തന്നിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ മഹത്വപ്പെടുന്നു. കർത്താവേ, ശുദ്ധികൻ ആത്മാക്കളുമായിട്ട് വലിയ ബന്ധം ജീവിച്ചിരിക്കുന്നത് ഞങ്ങൾക്കുണ്ട്. വിജയസഭ, സഹനസഭ, സമരസഭ ഒത്തിരിയേറെ ഐക്യപ്പെട്ടിരിക്കുമ്പോൾ സഹനത്തിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെ അവിടുന്ന് പ്രത്യേകമാവിധം വിളിച്ചിരിക്കുന്നല്ലോ. ഞങ്ങളങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവെ ഞങ്ങളെ അവിടുന്ന് കൂടുതൽ കൂടുതൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഈശോയെ, ഇന്ന് അങ്ങ് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്നത് ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കൾക്ക് വേണ്ടിയാണ്. കർത്താവെ, വലിയ സ്നേഹത്തോടെ ഞങ്ങൾ ഈ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, ഒത്തിരിയേറെ കുടുംബങ്ങളിൽ മരിച്ചു പോയവരെ പാടെ മറന്നു കളയുന്നുണ്ട്. അനേക മക്കൾ കടന്നു വരുമ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പലരും അത്ര ഓർക്കാറില്ല. മരിക്കണവരെ ഒത്തിരി കഷ്ടപ്പെടും, അധ്വാനിക്കും, ചികിത്സിക്കും, പൈസ മുടക്കും. പക്ഷേ മരിച്ചതിന് ശേഷം പലരും അവരെ അങ്ങോട്ട് വിസ്മരിച്ച് കളയാം. ഈശോയെ, അങ്ങനെയൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിസ്മരിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കും. അതോടൊപ്പം തന്നെ കർത്താവെ, ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കള്, പ്രകൃതിക്ഷോഭത്തിലൂടെ കുടുംബം മുഴുവനും എന്ന പോലെ മരിച്ചു പോയവര്, അല്ലെങ്കിൽ പാരമ്പര്യം തന്നെ അന്യം നിന്ന് പോയ അവസ്ഥയിൽ മരിച്ചുപോയ മക്കള്, ഇപ്പോൾ പ്രാർത്ഥിക്കാൻ ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ മക്കളോ ആരുമില്ലാത്ത അവസ്ഥയിലായിരിക്കുന്ന മക്കള്, ഇനി എല്ലാവരും ഉണ്ടായിട്ടും വിസ്മരിക്കപ്പെട്ട് കിടക്കുന്ന മക്കള്, അഭിഷിക്തരുടെയും സമർപ്പിതരുടെയും ചില ആത്മാക്കള്, ആരാലും വിസ്മരിക്കപ്പെട്ട് മറന്നുകിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഈശോയെ ഇന്ന് പ്രത്യേകമാം വിധത്തില് അങ്ങയുടെ കരുണയിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് ഈ ആത്മാക്കളെ ഒന്ന് മനസ്സിൽ കാണാം. ശുദ്ധീകരണ സ്ഥലത്തെ ഒന്ന് കാണാം. ചൂളയിൽ എന്ന പോലെ ശുദ്ധി ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കള്. ഈ അവസ്ഥയിൽ നമ്മുടെ പ്രാർത്ഥനകളാണ് അവരെ സഹായിക്കുന്നത്. എന്നാൽ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ആ മക്കള് ഒത്തിരിയേറെ വെളിപ്പെടുത്തലുകൾ വിശുദ്ധർക്ക് ലഭിച്ചിട്ടുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കള് നിലവിളിക്കുക, ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കൂ. ശുദ്ധീകരണ ആത്മാക്കളുടെ നിലവിളിയാണ് മക്കളെ, ഞങ്ങളെ രക്ഷിക്കൂ. ആരുമില്ലാത്ത അവസ്ഥയിൽ, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അവസ്ഥയിൽ അനേകം ആത്മാക്കൾ ഇതുപോലെ നിലവിളിക്കുന്നുണ്ട്. സ്വയെ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത
ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷിക്കുമെന്ന് നിലവിളിക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഇതാ കാണുന്നു. അവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ആ മക്കളോട് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള എല്ലാ ആത്മാക്കളെയും നമുക്കൊരുമിച്ച് കർത്താവിനരികിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാം. ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും എല്ലാ മക്കളെയും വലിയ സ്നേഹത്തോടെ ഐക്യത്തോടെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ആത്മാക്കളോട് കരുണയായിരിക്കണമേ. കരുണാമയനേ, ക്രൂശിതനേ, ഈശോയെ, കാരുണ്യം തൂകണമേ. പ്രാർത്ഥിച്ചേ മക്കളെ. കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. നല്ല കർത്താവേ, കരുണാമയനേ, ക്രൂശിതനേ, കാരുണ്യം തൂകണമേ. ശുദ്ധീകരണ സ്ഥലത്ത് കരുണാമയനേ, ഈശോയെ, ക്രൂശിതനേ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത കാരുണ്യം തൂകണമേ. എല്ലാ മക്കളുടെ മേലും കാരുണ്യം തൂകണമേ. കരുണാമയനേ, യേശുവേ, ക്രൂശിതനേ, ദിവ്യ കാരുണ്യമേ, കാരുണ്യം തൂകണമേ. ആരുമില്ലാത്ത അവസ്ഥ ഓർത്ത് വയ്ക്കും മക്കളെ. എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല. ഒരാത്മാവിന്റെ വേദന എത്ര വലുതായിരിക്കും മക്കളെ. ഈശോ പറഞ്ഞില്ലേ, നിന്റെ പ്രാർത്ഥനയിലൂടെ ഏതെങ്കിലും ആത്മാവ് സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടാൽ, ആനയിക്കപ്പെട്ടാൽ, ആ ആത്മാവ് വിശുദ്ധനാണ്, വിശുദ്ധയാണ്. ആത്മാവ് നിനക്ക് വേണ്ടി നീ സ്വർഗത്തിലെത്തുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ആത്മാവ് നിന്റെ സഹായകനും മധ്യസ്ഥനുമായിരിക്കും. ഈശോയെ, ഈ നിസ്സഹായമായ അവസ്ഥയിൽ ആരും പ്രാർത്ഥിക്കാനില്ലാത്ത അനാഥത്വം പേറി ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ മനസ്സിൽ കാണുന്നു. അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി ഈ ആത്മാക്കളെ ഞങ്ങൾ ദത്തെടുത്ത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ, അങ്ങയുടെ ദിവ്യ കാരുണ്യത്തിന്റെ ശക്തിയാൽ, അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയാൽ, അങ്ങയുടെ പീഡാസഹനത്തിന്റെ യോഗ്യതയാൽ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത അനാഥരായ ശുദ്ധീകരണ സ്ഥലത്ത് ആയിരിക്കുന്ന ഓരോ മക്കളുടെ മേലും ഈശോയെ കരുണയായിരിക്കണമേ. അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് കഴുകി ഈ ആത്മാക്കളെ വിശുദ്ധീകരിച്ച് കറകളെല്ലാം കഴുകി വെടിപ്പാക്കി ഈ സഹനത്തിന്റെ ഈ ചൂളയിൽ നിന്ന് ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കി ഈശോയെ ഈ ആത്മാക്കളെ സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ എന്ന് അങ്ങയുടെ മക്കളായ ഞങ്ങൾ, ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വേദനകള്, ഞങ്ങളുടെ സഹനങ്ങള്, ഞങ്ങളുടെ ദുഃഖഭാരങ്ങള് ഈ ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേക നിയോഗം വെച്ച് അങ്ങയുടെ കുരിശോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ആത്മാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങേ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് വീണ്ടെടുത്ത് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ യേശുവേ. തിരുരക്തമൊഴുക്കേണമേ, ഈ മക്കളിലേക്ക് തിരുരക്തമൊഴുക്കേണമേ, യേശുവേ, തിരുരക്തമൊഴുക്കേണമേ, നാഥാ, തിരുരക്തമൊഴുക്കേണമേ, തിരുരക്തമൊഴുക്കേണമേ, നാഥാ, തിരുരക്തമൊഴുക്കേണമേ. നല്ല ഈശോയെ, അങ്ങേ തിരുരക്തത്താല് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഈ മക്കളെല്ലാവരെയും അങ്ങിപ്പോൾ കഴുകണമേ. ആ മക്കളോട് അങ്ങ് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളും
ഞങ്ങൾ ഒരുമിച്ചുള്ള കരുണയ്ക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ നിലവിളിയും അങ്ങയുടെ പരിശുദ്ധ രക്തത്തിന്റെ അനന്ത യോഗ്യതകളും ഈ മക്കൾക്ക് നിറച്ചു നൽകി ഈ മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കി സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ ഈ കരുണയുടെ ജപമാലയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളെയും കണ്ടുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കളുടെ മേല്, പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ആത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ ജപമാലയിലേക്ക് പ്രവേശിക്കാം. ഈശോയെ, ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും അവിടുന്ന് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ശുദ്ധീകരാത്മാക്കൾക്കും വേണ്ടി, പ്രത്യേകിച്ചും ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ
പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്കു ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ.
ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും ശുദ്ധീകരണാത്മാക്കളുടെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സല സുതനും ഞങ്ങളുടെ രക്ഷകനുമായ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ,
ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ ഈശോയുടെ അതിദാരുണമാം പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ
ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എന്നാൽ ഈശോയെ, എല്ലാ ശുദ്ധീകരണാത്മാക്കളെയും സ്നേഹത്തോടെ അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ നിലയില്ലാത്ത കരുണക്കടലിലേക്ക് ആഴ്ത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പാപങ്ങളും കറകളും കഴുകി വെടിപ്പാക്കി സ്വർഗ സൗഭാഗ്യത്തിന് അവരെ അവിടുന്ന് അർഹരാക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങൾ വസിക്കുന്ന വീടിനെയും വീടിരിക്കുന്ന മണ്ണിനെയും ഈശോയെ അങ്ങയുടെ കരുണയിൽ പൊതിയണമേ. എല്ലാ അനുഗ്രഹത്തിനും കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ശുദ്ധീകരണ സ്ഥലത്തെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയെ അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകളമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ, കരുണാമയ, യേശുവേ, കരുണാമയ, യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കുനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.